ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് ബിസിനസ്സിന് വേണ്ടിയിട്ട് മസ്റ്റായിട്ട് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ലോഗോ സ്റ്റിക്കറും അതേപോലെ താങ്ക് യു കാർഡും. അത് നമുക്ക് സെൽഫായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പ്രിൻ്ററസ്റ്റിൽ നമ്മൾ താങ്ക് യു കാർഡ് മോഡൽസിനോ അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ നമുക്കൊരുപാട് വെറൈറ്റി താങ്ക് യു കാർഡ് നമുക്ക് ഇതിൽ വരുന്നതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിലും അതേപോലെ ആ ഒരു ഫ്ലോറൽ തീമിലോ എന്തിൽ വേണമെങ്കിലും നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ ആ ഒരു തീമിൽ വരുന്നതാണ്. ഇനി ഗൂഗിളിൽ പോയിട്ട് ഇൻസ്റ്റാ ലോഗോ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ ഈ ഒരു ഇൻസ്റ്റാ ലോഗോ ആ ഒരു താങ്ക് യു കാർഡിലേക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ആ ഒരു ബിസിനസ് പേരും നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ ബിസിനസ്സിന് ഒരു പേഴ്സണൽ ലോഗോ ഉണ്ടെങ്കിൽ ആ ഒരു ലോഗോ ചെയ്യുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ എനിക്കതില്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആ ഒരു നെയിം വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതാ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊന്ന് സെറ്റാക്കി വെക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ക്യാൻവ ആപ്പിൽ ഏത് ഡോക്യുമെൻറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അതിൽ പോയിട്ട് നമ്മൾ ഈ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ ഒരു താങ്ക് യു കാർഡ്, അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം സൈസ് കിട്ടാൻ ഞാൻ ഒരു ചെറുതാക്കി അവിടെ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ഞാൻ വിചാരിച്ചൊരു സൈസിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഞാൻ ഈ വെക്കുന്ന ഈ ഒരു സൈസിൽ വെച്ചാൽ ഏകദേശം ഒരു നല്ലൊരു സൈസിൽ തന്നെ അത് കിട്ടും കേട്ടോ. ഇതിൽ നമുക്ക് സെലക്ട് മൾട്ടിപ്പിൾ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറേ ഐറ്റംസ് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് കോപ്പി പേസ്റ്റ് ആക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു A3 ഡോക്യുമെൻറ്റിൽ എനിക്ക് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഫൈനലി ഞാൻ ഇത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ഡിസൈൻ അല്ല കേട്ടോ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് മോഡൽ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താക്കുന്ന ഇത് സ്റ്റിക്കർ ഷീറ്റിലാണ് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് സ്റ്റിക്കറായിട്ട് നമ്മൾ ഒരു നെയിം സ്ലിപ്പ് ഒക്കെ ഉണ്ടാവില്ല, അതുപോലെ സ്റ്റിക്കറായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റും കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ എവിടെയാണോ നമ്മൾക്കിത് സ്റ്റിക്ക് ചെയ്യേണ്ടത് അവിടെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഈ ഒരു ആൽബത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പാക്കിങ്ങിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്